ഓണക്കാലം വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഐതിഹ്യമനുസരിച്ച് മാവേലി മന്നൻ തൻ്റെ പ്രജകളെ കാണാൻ കേരളം ഓണാഘോഷം. ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ്. ഈ ഓണാഘോഷവും അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരമാണ് ഒരുക്കിയത്. വി. ഡി. സതീശൻ സാർ, എല്ലാവരും കേരളത്തിൽ സമാധാനത്തോടുകൂടി ഓണം ആഘോഷിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന അങ്ങ് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. എരുമേലിയിലെ DTPC തൊഴിലാളികളടക്കം ഈ കേരളത്തിൽ ടൂറിസ്റ്റ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന 455 പേര് 57 പേരോളമുണ്ട്. അതിൽ ആലപ്പുഴ കുമരകത്ത് ആലപ്പുഴ ജില്ലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, ജോലി ചെയ്യുന്ന ആളുകൾക്ക് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിർത്തി ശമ്പളം കൊടുത്തു എന്നുള്ളത് ശരിയാണ്. എന്നാൽ മറ്റുള്ള തൊഴിലാളികൾക്ക് കേരളത്തിലെ എരുമേലിയുള്ള തൊഴിലാളികളുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അവർക്ക് നമ്മൾ വേണ്ടൊരു സഹായം ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ സർക്കാർ ഇപ്പോഴും അവരുടെ സാലറി അവരുടെ കയ്യിൽ, അവരുടെ ശമ്പളം അവരുടെ കയ്യിൽ കിട്ടുന്നില്ല. അവരെങ്ങനെയാണ് സാർ ഓണം ആഘോഷിക്കേണ്ടത് സമാധാനത്തോടു കൂടി? എങ്ങനെയാണ് സാർ അവരുടെ വീടുകളിലെ അവസ്ഥ എന്നുള്ളത് സർക്കാർ എന്തുകൊണ്ടാണ് ആലോചിക്കാത്തത്? സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ സാർ അവർക്ക് സാലറി ലഭിക്കണം എന്നുള്ളത്? അല്ലെങ്കിൽ ഈ ഓണത്തിന് മുമ്പായിട്ട് തന്നെ എല്ലാവരുടെയും കുടിശ്ശിക അടക്കം അവരുടെ ശമ്പളം തീർത്തു കൊടുക്കണം എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ സാർ? പിന്നെ എങ്ങനെയാണ് അവർ ഓണം ആഘോഷിക്കേണ്ടത്? ഈ ആഹ്വാനം ചെയ്യുമ്പോൾ അതുകൂടെ ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇതുവരെയായിട്ടും അവർ നിരന്തരം എരുമേലിയിലൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ DTPC തൊഴിലാളികളൊക്കെ എന്ന് വെച്ചാൽ പഞ്ചായത്തിന്റെ അടക്കം 11 മണി വരെ അവരുടെ തൊഴിലിടങ്ങളിൽ, അതായത് ബസ് സ്റ്റാൻഡ്, അതുപോലെ റോഡ്, അതുപോലെ തന്നെ എല്ലാ പരിസരങ്ങളും വൃത്തിയാക്കുന്നവരാണ് അവർ. അതിനുശേഷമാണ് അവർ DTPCയിലേക്ക് പോയി തൊഴിൽ ചെയ്യുന്നത്. അപ്പം അവരെ സംബന്ധിച്ചോളം പഞ്ചായത്തിന്റെ ജോലികൾ ഇത്രയും അധികം ചെയ്തിട്ടും അവർക്ക് പഞ്ചായത്ത് ഒരു യാതൊരു സഹായം അവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല. ഗവൺമെന്റ് ആകട്ടെ അവരുടെ ശമ്പളവും കൊടുത്തിട്ടില്ല. അവരെങ്ങനെയാണ് സാർ ഓണം ആഘോഷിക്കേണ്ടത്? ഒന്ന് പറയൂ സാർ. അങ്ങ് ആഹ്വാനം ചെയ്യുന്നുണ്ടല്ലോ, അങ്ങ് ഇന്ന് വന്നിട്ട് ഏകദേശം 100 ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെങ്ങനെയാണ് സാർ ഓണം ആഘോഷിക്കേണ്ടത്? ഒന്ന് പറഞ്ഞു തരൂ സാർ. നമ്മൾ സമാധാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഓണം അതിൻ്റെതായ മികവിലും നിറവിലും നമ്മൾ ആഘോഷിക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗവൺമെന്റ് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് സാർ അവർ ഓണം ആഘോഷിക്കേണ്ടത്? ഈ ആഹ്വാനം ചെയ്യുന്ന അങ്ങയോട് ഇത്ര മാത്രമേ പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് അവരുടെ കുടിശ്ശിക തീർത്ത് അവരുടെ ശമ്പളം അവരുടെ കൈകളിൽ എത്തിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തിരമായ നടപടി ഉണ്ടാകണം. ട്രഷറിയിൽ എത്തിയിട്ടുള്ള സാലറി അവരുടെ കൈകളിൽ വരാതെ അവരെങ്ങനെയാണ് സാർ ഓണം ആഘോഷിക്കുന്നത്? അപ്പോൾ എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും ഹാപ്പി ഓണം എന്ന് പറയുന്നു. പക്ഷേ അങ്ങേയറ്റം ദുഃഖത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം അവരുടെ ഓണം എന്നുള്ളത് നമ്മൾക്ക് ഒരു ചെറിയ സഹായം അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ശമ്പളം കിട്ടുക എന്നുള്ളത് അവർക്ക് ഈ ഗവൺമെന്റ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു.